ഹലോ ഗൈസ്, അപ്പം അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി എത്തിയിട്ട് വേളാങ്കണ്ണിയിൽ നമ്മൾ മലയാളീസിൻ്റെ ഒരു റൂമാണ് എടുത്തേ. നേരത്തെ കുട്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ കുളിച്ച് ഫ്രഷ് ആയിട്ടോ. ഇവിടെ ഇതൊരു റൂമാണ്, പിന്നെ അപ്പുറത്ത് 2 റൂം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സോനാപ്പി ഞങ്ങൾ കുളിച്ച് ഫ്രഷായി. ഫുഡ് കറി ആപ്പൂസിനെ കാണിക്കാം. ജയിക്കണം. അതെ, അവിടെ മണ്ണിൽ പോയി തന്നെ മറിയാൻ വേണ്ടിയിട്ടാണ്. സോനാപ്പിയോട് വന്നിട്ട് പഠിക്കാണോ? എന്തിനാ വായിക്കണേ? ഇത് കൊടുത്താൽ മതിയാകും. ഏതായില്ലപ്പാര ഏതായില്ലപ്പാരാന്നോ ഇതോ? പാരണ്ട ഹായ് ഹായ്. അനങ്ങാണ്ടിരിക്ക്, ഒരു സ്ഥലത്ത് അനങ്ങാണ്ടിരിക്കില്ലേ പൂസ്? അങ്ങനെ ഗൈസ്, ദേ നമ്മൾ പിറ്റേ ദിവസം നേരെ വെളുത്തേക്കാണ് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ തന്നെ ദേ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ പള്ളിക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ 9 മണിക്ക് മലയാളം കുർബാന ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പള്ളിയുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വില്ല പോലെ വന്നേക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ അത് കഴിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഒരു 8 മണി ആ ഒരു ടൈമായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ 9 മണിക്ക് കുർബാന ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മളിങ്ങനെ ചായ കുടിച്ചിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. രാവിലെ തന്നെ ചപ്പാത്തിയും ചിക്കൻ കറിയിൽ ചിക്കൻ കുറച്ച് കുറവാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയതാണ്, അപ്പോൾ കൂടുതൽ ഗ്രേവിയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ചായ കുടിച്ച് പള്ളിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് നമ്മുടെ അപ്പൂസ് എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാൻ അപ്പൂസിനെ എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചിട്ട് വേണം ചായ കൊടുത്തിട്ട് പോകണമെങ്കിൽ. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ 8 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ കുളിച്ച് റെഡി ആയിട്ട് നമ്മൾ പള്ളിയിലോട്ട് പോവാണ്. പിന്നെ പള്ളി നമ്മുടെ അടുത്തായിരുന്നു കേട്ടോ. അടുത്ത് തന്നെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള വീടും കിട്ടിയത് ഭയങ്കര ഉപകാരമായി. കാരണം ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഗേറ്റാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്യണ വില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എളുപ്പമാണ്. ഇങ്ങോട്ട് കാലെടുത്ത് കുത്തി കഴിഞ്ഞാൽ പള്ളിയായി. അപ്പോൾ ഈ പള്ളിയിലാണ് കേട്ടോ മലയാളം കുർബാന നടക്കുന്നത്. 9 മണിക്കാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് ഇവിടെ മലയാളം കുർബാന നടക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ പള്ളിയിൽ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പള്ളിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് അധികം ദൂരം ഉണ്ട് കേട്ടോ നെക്സ്റ്റ് പള്ളിയിലോട്ട്. ഈ പള്ളിയിൽ നിന്ന് അടുത്ത പള്ളിയിലോട്ട് നല്ല ദൂരമുണ്ട് കേട്ടോ. ഇത് കുറച്ച് ലോങ് ആയിട്ടാണ് ഈ പള്ളി ഇരിക്കുന്നത്. പിന്നെ കടലിൻ്റെ ഒക്കെ ആ വശത്തേക്കൊക്കെ പോകാനായിട്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ അതേ നല്ല വെയിലാണ് കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അതേ നിങ്ങൾ ഈ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ കേട്ടോ തണലൊക്കെ പിടിച്ചിട്ട്. പിന്നെ ഈ ഒരു സ്റ്റാച്യു ഉണ്ടല്ലോ, ഇത് ഞാൻ ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിൽ മുൻപ് നമ്മൾ വേളാങ്കണ്ണിക്ക് വന്നത് ഏകദേശം ഒരു 10 വർഷങ്ങളായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു ടൈമിൽ ഈ ഒരു സ്റ്റാച്യു ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് കാണണമെന്ന്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല വെയിലാണ് കേട്ടോ, കത്തണ വെയിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു കുടയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കുവാണേ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പള്ളി കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു ഭാഷയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ അപ്പുമോൻ്റെ മുടി മൊട്ടടിക്കാനുണ്ടായിരുന്നു, നേർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നല്ല വെയിലാണ് ഗൈസ്, കണ്ടില്ലേ, കത്തിച്ചാക്കത്തറ വെയിലാണ് കേട്ടോ. അപ്പോൾ കുറേ റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ വെയിലായതുകൊണ്ട് ഞങ്ങൾ അധികം എടുത്തില്ല കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നു, തലവേദന എടുക്കും എനിക്കിന്നെ വെയിലുണ്ടായാലും പിന്നെ തലവേദന എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ മുടി മൊട്ടടിക്കാനായിട്ട് സൈഡിൽ കൂടെ നടന്ന് അപ്പുറത്തേക്ക് പോയിട്ടാണ്.
ഐസ്ക്രീം ഹക്കീം ഇല്ല മുടിയിടില്ല മേത്ത് മുടിയില്ല കാല് പിടിക്കണേ ആമി കരഞ്ഞാ മുടി മൊട്ടടിക്കുന്ന സമയത്ത് അപ്പൂസൂടെ നല്ല കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. ഒന്നാമത്തെ തന്നെ അവൻ്റെ മുടി വെട്ടാന്ന് പറയുന്നത് ഒരു പേടിയുള്ളൊരു കാര്യമാണ്. ഭയങ്കര ബഹളമാണ് കേട്ടോ അവന് മുടി വെട്ടുമ്പോൾ തന്നെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവന് മുടി വെട്ടാനായിട്ട് കൊണ്ടുപോകൽ. അപ്പോൾ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ നല്ല ബഹളമായിരുന്നു. ഐസ്ക്രീമൊക്കെ വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടാണ് ഒരു കണക്കിന് മുടിയൊക്കെ വെട്ടിയത്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ ടൈമായി. അപ്പോൾ ഞങ്ങളിത് ഉണ്ടാക്കുവാണ്. പുറത്തൊരു തറവാട് നടത്തുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാനാണ് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഗ്യാസൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ ഫുഡ് നമ്മുടെ ഉച്ചക്കത്തെ ബിരിയാണി ആയിരുന്നു. അപ്പുകുട്ട മൊട്ടയായി ഗൈസ്. അപ്പുമൊട്ട ഇവിടെ ചിക്കൻ ഫ്രൈയും ബിരിയാണി. വണ്ടി പോട്ടെ അപ്പൂസിനെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ അവിടെ ഇരിക്കും. ഗുഡ് ബോയ്. സർലാസും ചിക്കനും ബിരിയാണി. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഇഞ്ചിക്കറി അച്ചാറും. എടുക്കാൻ പറ്റില്ല. പോകും അവനിട്ട സാധനം എല്ലാവർക്കും ഇല്ലെങ്കിൽ അവർക്കില്ല നോക്കിയിട്ട് വരും. അവിടെ കൊടുക്കും അമ്മയ്ക്ക് ഇട്ടുണ്ട് കേട്ടോ. ബിരിയാണി റൂമുള്ളത് ഗൈസ്. നമ്മളങ്ങനെ നൈറ്റ് ഒന്നും കൂടി ഒന്ന് നടക്കാൻ വേണ്ടി പോവാണ് കേട്ടോ പള്ളിയിൽ. എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളുടെ താമസിക്കുന്നിടത്തുനിന്ന് നേരെ നോക്കിയ പള്ളിയാണ് കേട്ടോ. അതെ, നമ്മൾ തൊട്ടപ്പുറത്താണ് താമസിക്കണേ. ഇതേത് പള്ളിയാ? കാലത്ത് കുർബാനക്ക് അതേ പള്ളി തന്നെയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പേരിലുള്ള ഒരു പള്ളിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. ആർച്ച് പോലത്തെ ഇവിടെയാണ് മലയാളി കുർബാന നടക്കണല്ലോ. എല്ലാ ദിവസവും 9 മണിക്കാണ് ഇവിടെ കുർബാന. യെസ്, ഇതിന്റെ വണ്ടി അത് സ്ലീപ്പറിന്റെ ആ വണ്ടിയാണ്. ഉറങ്ങണ അടിപൊളിയുണ്ട്. അപ്പൊ വേണം നടക്ക്. കൊച്ചു അപ്പനെ അന്വേഷിക്കണം. അപ്പയുടെ ഈ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ടില്ലേടി? ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാ. നോട്ടെ എടുത്ത് തിരിഞ്ഞൊന്ന്. ഞാനുണ്ട് ഇഷ്ടപ്പെട്ടാ. ഫസ്റ്റ് എന്ത് കളറാന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായി. അതിൻ്റെ കൂടെ എടുക്കുന്നതാണ്. ഇന്ന് രാവിലെ എന്തൊരു വെയിലായിരുന്നല്ലോ ഇവിടെ. പൊന്നേ, ഈ ഒരു സ്റ്റാച്ചു നല്ല രസമുണ്ടല്ലേ കാണാൻ. അടിപൊളി. ഏത് ടൈമിലാ? ആ ടൈമിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടോ? അത് ഇപ്പൊ വാങ്ങണ്ടെന്ന് അറിയണ്ടേ? ഈ വെള്ളം അവിടെ വരെ ചമക്കണ്ടേ? ബാ
അപ്പോ മുട്ടുത്തേഴിയാണോ? അച്ചടാ പാവം എൻ്റെ മോൻ. കഴിഞ്ഞോ എൻ്റെ മോൻ കഴിഞ്ഞോട്ടാ കഴിഞ്ഞോട്ടാ. മുട്ടുത്തേഴല്ലേ മണ്ണ് കയറി കാലിൻ്റെ ഉള്ളിൽ, അതാണ്. ഞാനും സോനാപ്പിയും കൂടിയിട്ട് മണലിക്കൂടെ മുട്ടുത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോനാപ്പി ഫുള്ള് മുട്ടുത്തി കഴിയായിരുന്നു, അതുകൊണ്ട് അവളുടെ കാലൊക്കെ നല്ലതുപോലെ പൊട്ടി ചോര വരുന്നുണ്ട് കേട്ടോ. ഞാൻ മുട്ടുത്തും പിന്നെ എഴുന്നേക്കും, അങ്ങനെ മിക്സ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്കും അവളുടെ അത്രയും കുഴപ്പമില്ല. അവൾക്ക് നന്നായിട്ട് ചോരയൊക്കെ വരുന്നുണ്ട്, നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്തോ ആവോ നല്ലതുപോലെ ചോര വരുന്നുണ്ട്. എൻ്റെയും പൊട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കോഡ് സെറ്റ് ആയതുകൊണ്ട് എൻ്റെ ജസ്റ്റ് നൈസായിട്ടുള്ളൊരു തുണിയാണ്. അതുകൊണ്ട് നമ്മൾ മുട്ട് കുത്തുമ്പോഴേക്കും മണലിൻ്റെ തരി അങ്ങോട്ട് ഉള്ളിലോട്ട് തറച്ച് കയറാണ് കേട്ടോ മുട്ടുമ്മയ്ക്ക്. അതുകൊണ്ട് നന്നായി വേദന എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ടും മിക്സ് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ എന്ത് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ ഒരു പള്ളിയിലോട്ടാണ് കേട്ടോ. അവിടെ ക്യാമറ അലൗഡ് അല്ല. പിന്നെ ഞങ്ങളൊന്ന് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരാം. ശരി. പള്ളികളിലൊക്കെ എല്ലാവരും കയറി ഇറങ്ങിയത് ഞങ്ങളൊന്ന് കടലിൻ്റെ അവസ്ഥയ്ക്കൊന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിക്കണ്ടോ. ഇവിടുന്ന് ഫുള്ളും ഇനി കച്ചവടക്കാരായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഏരിയയ്ക്കൊന്ന് പോവാണ്. അപ്പോൾ അപ്പം മോനെ നമ്മൾ കയ്യിലെടുത്തിട്ടൊക്കെയാണ്ട് പോകണം, അല്ലെങ്കിൽ ഒരു സാധനങ്ങൾ ഇടുമ്പോൾ അവൻ അങ്ങോട്ട് ഓടും. അപ്പോൾ അങ്ങനെ ഗൈസ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല റേറ്റും ഉണ്ട്. നമുക്ക് കയറുമ്പോഴാണ് അതിൻ്റെ ഒരു റേറ്റുകളൊക്കെ അവർ പറയാം കേട്ടോ. ആ റേറ്റൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. അപ്പം അങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുവാണ്. ഏകദേശം ഒരു 8 മണി 8:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങനെ നടക്കാനുണ്ട്. കടലിനടുത്ത് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. പിന്നെ അപ്പം മോന് ഇതേ വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വണ്ടി വാങ്ങിച്ചു കൊടുത്തോട്ടെ. അപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ച് കയറിയിട്ടുണ്ടെങ്കിൽ അവരെന്തെങ്കിലും അവിടെ നിന്ന് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഞങ്ങൾ മോർണിംഗിൽ പള്ളിയിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചതാണ് കേട്ടോ ഈ മാതാവിൻ്റെ അടുത്ത് നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. അപ്പോൾ വിചാരിച്ച് വൈകുന്നേരം വന്നിട്ട് എടുക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒരു കട അടച്ചിട്ടേക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കട കണ്ടു. അപ്പോൾ ഞങ്ങൾ എന്തായാലും കയറി വേഗം തന്നെ പോയി എടുത്തു കേട്ടോ. ഒരു ഗ്രൂപ്പ് എല്ലാവരും കൂടെ ഉള്ളതാണല്ലോ. എല്ലാവരും ഉള്ളപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ എടുത്തു. പ്രൈസൊക്കെ കൂടുതലാണ് കേട്ടോ. അവർ റേറ്റൊക്കെ നല്ല കൂടുതലായിട്ടാണ് കേട്ടോ പറയുന്നത്. അന്ന് രാവിലെ കണ്ടപ്പോൾ 50 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 150 രൂപ അവർ പറയണേ ഗ്രൂപ്പ് സെൽഫ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നമ്മൾ കടലിൻ്റെ എത്തിയിട്ടാണ്. പിന്നെ കടലിൽ കണ്ണ് കാണില്ല, ഫുള്ള് മിരുത്താണ്. പകൽ വന്നാലാണ് കടലിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. രാത്രിയിലാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അടുത്ത് വരുമ്പോൾ കുറച്ച് ഇതിരി വെള്ളം കാണാം, അത്രയല്ലേ. നമുക്കിങ്ങനെ പുറമേ ഫുള്ള് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വ്യൂ ഒന്നും കിട്ടുന്നില്ല, ഫുള്ള് ഇരുട്ടായതുകൊണ്ടേ. പിന്നെ എന്താ കലങ്ങി മറിഞ്ഞ പോലത്തെ വെള്ളമായിട്ട് തോന്നി. അതായത് ഞങ്ങൾ അതിന് ഇറങ്ങാനൊന്നും പോയില്ല. ജസ്റ്റ് ഒന്ന് കാലൊന്ന് ചെരുപ്പൊന്നും നനച്ചു, അത്രയൊക്കെ തന്നെ. അങ്ങനെ ഇറങ്ങാനൊന്നും പോയില്ല, രാത്രിയും ആണല്ലോ. പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു കലങ്ങി മറിഞ്ഞ പോലെ തോന്നി. അപ്പോൾ മോൻ്റെ കാലൊക്കെ ഒന്ന് നനച്ചിട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ മോന് വെള്ളം കണ്ടാൽ കുറച്ച് പ്രാന്തുള്ള ടൈപ്പ് ആയതുകൊണ്ട് അവൻ അധികം നേരം ഇവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കാലൊന്ന് നനച്ചിട്ട് തിരിച്ച് കയറ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് കോക്കാമുണ്ട്, ഞണ്ടുണ്ട്, പാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറ്റി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവൻ സമ്മതിക്കില്ല. അപ്പോൾ പിന്നെ ഒന്നാമത്തെ കാര്യം കടലൊന്നും കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, കലങ്ങി മറിഞ്ഞൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അധികം നേരം നിന്നില്ല. പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു, കടൽ കാറ്റും ഉണ്ടായിരുന്നു. ഈ ഒരു കടലിൻ്റെ അവിടെ നിന്ന് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ മലയാളം കുർബാന നടന്നിരുന്ന ആ ഒരു പള്ളിയുടെ അടുത്തായിരുന്നു നമ്മൾ താമസിച്ചിരുന്നത്. ഇത് കുറച്ച് നീങ്ങിയിട്ടുള്ളൊരു പള്ളിയാണല്ലോ, അതുകൊണ്ട് അത്യാവശ്യം നല്ലതുപോലെ ലെങ്ത് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ചധികം നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം നേരം ഇവിടെ നിന്നില്ല കേട്ടോ. പിന്നെ അത് ഇവിടെ വെറൈറ്റി ഒരു ഗെയിം എടുക്കണം കണ്ടു കേട്ടോ. ഇത് 100 സെക്കൻഡ് അവിടെ തൂങ്ങിക്കിടന്നു കഴിഞ്ഞാൽ 1000 രൂപ ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷെ 100 സെക്കൻഡ് ഒന്നും ആ ചേട്ടൻ നിന്നില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെ ആ ചേട്ടൻ അത് വിട്ടിട്ടുണ്ടായിരുന്നു. കൈയൊക്കെ വേദന എടുത്തിട്ട് വേണ്ടാവില്ലല്ലോ അത്രയും നേരം തൂങ്ങി നിൽക്കുമ്പോൾ. പിന്നെ കുറേ ആൾക്കാരൊക്കെ കാണാനും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പുറത്ത് വേറെ വെറൈറ്റി ആയിട്ടൊരു ഗെയിം കൂടി നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം നിന്നില്ല കേട്ടോ, വേഗം പോയി. കാരണം അപ്പം മോനാണെന്നുണ്ടെങ്കിൽ ഒരേ കട കാണുമ്പോൾ ഓടി അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ അധികം നേരം നിന്നതിന് നമുക്കവിടെ ശരിയാവില്ല. അപ്പം ഞങ്ങൾ വേഗം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ നിറഞ്ഞ ആൾക്കാരെ പെട്ടെന്ന് കാണണ്ടായിട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നത് കേട്ടോ. ഒരു ഫ്രണ്ടിലുണ്ടായിരുന്നു, പിന്നെ കാണാനില്ല. അവർ സൈഡിലൊരു കടയിൽ കയറിയൊക്കെയായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ നോക്കിയിട്ട് കാണാണ്ടിരുന്നത്.
പിന്നെ ഇത് ഞാനും അമ്മിമോളും ഇങ്ങനെ നടക്കായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞങ്ങൾ ഓരോ കടകളിൽ കയറിയിട്ട് എന്തെങ്കിലും കാണുമ്പോഴൊക്കെ വിലയൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ അതേപോലെ ഞങ്ങൾ ചെരുപ്പ് കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ചെരുപ്പിനൊക്കെ ഒടുക്കത്തെ റേറ്റാണ്. എൻ്റെ പൊന്നു, നമ്മളെ കാണുമ്പോൾ ഒന്നും കൂടി അവർ കൂട്ടി പറയുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കടകളിൽ പോയി ചെരുപ്പ് വാങ്ങുന്നതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് നാളത്തേക്ക് കഴിക്കാനായിട്ട് രാവിലത്തെ കഴിക്കാൻ വേണ്ടി പഴം വാങ്ങിച്ചിട്ടോ. ഈ ഒരു ചുമന്ന കളറുള്ള പഴമായിരുന്നു. മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ആ പഴം കഴിക്കുന്നത്. ഒട്ടും മധുരം ഉണ്ടായിരുന്നില്ല. പിന്നെ ദേ മുട്ടക്കുട്ടൻ ദേ ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വേളാങ്കണ്ണിയിലെ വിശേഷങ്ങളൊക്കെ ഇതാണ് ഗൈസ്. ഞങ്ങൾ നാളെ രാവിലെ പോയില്ല, ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോകട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.